ടു മേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഷെയർ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മൾ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ട വീട്ടിൽ വെച്ചൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പോരായ്മകളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൊറോട്ടയും ചിക്കൻ കുറുമയും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തലേ ദിവസമാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു വെള്ളത്തിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ മൈദയിലേക്ക് ഏകദേശം ഇത്ര വെള്ളമാണ്. ഇതുപോലെ കുറച്ചും കൂടി വേണം. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി, വെള്ളത്തിന് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ 2 മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒരിക്കലും കൂടുതലാവരുത്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് തുടങ്ങുക. അപ്പോൾ കുഴച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ വെള്ളം കുറവാണെന്ന്. അപ്പോൾ ഇങ്ങനെ വീണ്ടും കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് തോന്നും, പക്ഷേ ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ അവസാനമാകുമ്പോഴേക്കും വെള്ളം കൂടുതലായി പോകും. ഓക്കെ, എന്താ വെച്ചാൽ ഈ മൈദ നമ്മളെപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറച്ച് കുറവ് എന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. അവസാനം അത് നല്ലോണം കുഴച്ച് വരുമ്പോൾ കറക്റ്റ് പാകമായിട്ട് വരും. അതങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഞാനും വൈഫുമാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പൊറോട്ട അടിക്കാനൊന്നും വലിയ പരിചയമല്ല, തീരെ പരിചയമല്ല. അവർക്ക് പിന്നെ ഒരു 2-3 വട്ടമെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിചയമുണ്ട്. അതുകൊണ്ട് ഓളയും കൂടി കൂട്ടിയതാണ്. അപ്പോൾ ഞങ്ങളിത് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ രാത്രി നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മളൊരു കോട്ടൻ്റെ ഒരു നനഞ്ഞ തുണി അതിൻ്റെ മുകളിലൂടെ ഒന്ന് മൂടി വെക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈദ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് അല്ലെങ്കിൽ തോർത്തുമുണ്ട് കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ രാത്രി ഫുള്ളായിട്ട് അങ്ങനെ കിടക്കണം. പിന്നെ അതേപോലെ ഈ കുഴച്ച് വെച്ചതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തടവിയും കൂടിയും വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഇത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ആ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. പിന്നെ എന്താ പറയുക, ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ നമ്മുടെ ആ കയ്യിൽ കൊള്ളുന്ന രീതിയിലുള്ള ആ ഒരു വലുപ്പത്തിലുള്ള ബോളാക്കി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബോളാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ 1 കിലോ മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കിലോ മൈദ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 22-24 ആ റേഞ്ചിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും എണ്ണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉരുള ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 10-11 അല്ലെങ്കിൽ 12 ഇവിടെ നമ്മൾ ഉരുളകളാണ് വെച്ചിട്ടുള്ളത്. ചില ഉരുളകൾ നമുക്ക് വലിപ്പം കൂടുതലുണ്ട് പൊറോട്ട എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നനഞ്ഞ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. കാരണം നമുക്ക് ഈ കറിയുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിൽ വളരെ കുറച്ച് അളവ് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പട്ടയും അതുപോലെ ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില തുടങ്ങിയവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി, കാരണം നമുക്കിത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ കുറച്ച് ക്യാരറ്റ് അതുപോലെ കുറച്ച് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ഒരു 3 സ്പൂൺ പെപ്പർ പൗഡറും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെന്ന് നിർബന്ധമില്ല, പിന്നെ ചേർക്കുന്നത് നല്ലതായതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തു.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചിക്കൻ കുക്കാവുന്ന എത്ര വിസിലാണോ അത് നോക്കിയിട്ട് ആ സമയമാകുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ അനുഭവങ്ങളും പാളിച്ചകളും എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ, ആ സംഭവമാണ് ഇനി വരാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് പൊറോട്ട അടിച്ച് നോക്കാൻ പോവാണ്. കോച്ചിങ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെന്തായാലും സാമാന്യം നല്ല രീതിയിൽ കൊളായിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും. അപ്പോൾ ഇതോടുകൂടി ഞാൻ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടോ അടുത്ത ആൾക്ക്. എന്തായാലും ഇത് തുടങ്ങിയ സ്ഥിതിക്ക് ഇതൊന്ന് എങ്ങനെയും തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവള് വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 അല്ല, അത് വെച്ച് 3 ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, വ്യത്യസ്തങ്ങളായ ഷേപ്പുകളിൽ അല്ലേ, പല രാജസ്ഥാൻ, പഞ്ചാബ് അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ധരിക്കുന്ന തലപ്പാവില്ലേ, അതിൻ്റെയൊക്കെ പല ഷേപ്പിൽ ഞങ്ങളിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി കുക്കായിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി, നമ്മൾ ആവി ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേണമെങ്കിൽ ഉടച്ച് കൊടുക്കാം, കുറച്ചൊരു തിക്നെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മൾ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ 1-ാം പാല്, തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാല് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തീ കത്തിച്ചിട്ട് ഒന്ന് ചൂടായി കൊണ്ട് വന്നാൽ മതി. എന്നിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. തിളയ്ക്കാനൊന്നും നിൽക്കരുത്, തിളപ്പിക്കരുത്. പിന്നീട് ജസ്റ്റ് ഒന്ന് മീഡിയത്തിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ 2 ഇല്ലി കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു സ്പൂണ് ജസ്റ്റ് അതിന് മുകളിലൂടെ 1-1.5 സ്പൂണ് ഓയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. അതോടുകൂടി നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പൊറോട്ടക്കല്ല് നമ്മൾ കുറേ സമയമായി നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റെങ്കിലും പിന്നെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് ചൂടാവണ്ടോ. ഇത് ഇങ്ങനത്തെ കല്ലാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള നല്ല ഡ്രൈ ആയി കിടക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡാൽഡയാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ നല്ല വട്ടത്തിലാക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ചൂടാൻ തുടങ്ങാം. പിന്നെ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ ഇങ്ങനെ അതിൻ്റെ പുറത്ത് ആക്കി കൊടുക്കണം. ഓയിൽ ഒരിക്കലും ഇത് മൈദ ആയതുകൊണ്ട് ഓയിൽ ഇതിനുള്ളിലേക്ക് പിടിക്കില്ല. ഓയിൽ ഇങ്ങോട്ട് ആവിയായി പോവുള്ളൂ. പക്ഷേ ആ ഓയിൽ ഒഴിച്ച് കൊടുത്തെങ്കിലേ ഇതിന് ആ ഒരു ഇത് കിട്ടുള്ളൂ, ടേസ്റ്റ് കിട്ടുള്ളൂ. പുതിയൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ആയോ? ഇതിലിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് ഞാൻ നല്ല എൻജോയ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ചൂടാണ് സംഭവം. ഒരു 4-5 ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നാലേ നമ്മൾ ആ ലെയറായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക്. അതിൻ്റെ ഉള്ളിൽ നല്ല ആവി ഒക്കെ വരും കുറച്ച് കഴിയുമ്പോൾ. നമ്മൾ ആദ്യം അടിക്കുമ്പോൾ വലിയ ചൂടുണ്ടാവില്ല. പിന്നെ അടിച്ചതിങ്ങനെ പൊട്ടി ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ആ ചൂട് ഇങ്ങോട്ട് ഇറങ്ങി വരും. ചൂടും ആ ആവിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല ചൂട്, നമ്മൾ കൈയൊക്കെ പൊള്ളും. പക്ഷെ സംഭവം നല്ല രസമാണ്. ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പൊറോട്ട എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കുറുമയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ തന്നെ കഴിച്ചു നോക്കട്ടെ. ഓ ചൂടാണ്. നല്ല സോഫ്റ്റാണ് ഗൈസ്, നല്ല സ്മൂത്താണ്. കണ്ടോ, നമ്മൾ ആ ലാസ്റ്റ് ഒഴിച്ച എണ്ണയില്ല, ആ എണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കരമാണ്. എണ്ണ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ദേ അടുത്ത ആൾ.